ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നത്തെ ഒരു സൺഡേ ഈവനിംഗ് വ്ലോഗാണ് ഞാൻ ചെയ്യുന്നത്. ഇന്നത്തെ വ്ലോഗിൽ ഞാൻ പ്ലാൻ ചെയ്തത് വേറൊന്നും, പക്ഷേ അവസാനം സംഭവിച്ചത് അതൊരു കുക്കിംഗ് വ്ലോഗായിട്ട് മാറി കേട്ടോ. എന്തോ സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ വ്ലോഗ് എടുക്കുന്നത് കണ്ടിട്ട് രുദ്രൂട്ടൻ എനിക്കൊരു മുട്ടം പണിയായിട്ട് വരുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും വായിച്ചു കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും വന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഈ മിന്നാമിന്നിക്കകത്ത് എല്ലാ ലക്കത്തിലും അവസാനത്തെ പേജിൽ ഇങ്ങനെ അതേപോലെ എന്തെങ്കിലും കുക്കിങ്ങിൻ്റെ റെസിപ്പീസൊക്കെ ഉണ്ടാകും. അപ്പം ഇയാളിത് സ്കൂളിൽ നിന്ന് കിട്ടുന്നതാണ്. കിട്ടിയ അന്നേ വന്ന് പറഞ്ഞു ഇതിനകത്ത് ടൊമാറ്റോയുടെ എന്തോ ഉണ്ട്, അമ്മ എനിക്ക് ഉണ്ടാക്കി തരണേന്ന് പറഞ്ഞു. പക്ഷേ അന്ന് എനിക്ക് നോക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് സാറ്റർഡേ ഉണ്ടാക്കാം, പിന്നെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ ഞാൻ പറഞ്ഞു സാറ്റർഡേ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ സാറ്റർഡേ ഉണ്ടാക്കാൻ പറ്റിയില്ല. സാറ്റർഡേ നമ്മൾ വേറെ ഒരു സ്ഥലം വരെ പോയായിരുന്നു. അന്നേരം ഞാൻ ഇത് ഓർത്ത് വെച്ചിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ട ഉടനെ ഇത് എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ റെസിപ്പീസൊക്കെ ഒന്ന് നോക്കി. നമ്മുടെ വീട്ടിൽ ആ റെസിപ്പീസിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടോ എന്നൊന്ന് അറിയണ്ടേ. അങ്ങനെ നോക്കിയപ്പം കുറച്ച് ചേരുവകൾ മാത്രം മതി. ഇതിൽ മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ തക്കാളി, അരിപ്പൊടി, ജീരകം, വറ്റൽമുളക്. അപ്പോൾ വറ്റൽമുളക് ഒഴിച്ച് ബാക്കി 3 ഐറ്റമും വീട്ടിലുണ്ടായിരുന്നു. വറ്റൽമുളക് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, എരി വേണ്ടാത്തതുകൊണ്ട് അത് ഇല്ലാണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ ജീരകം ഇട്ട് പൊട്ടിച്ച് ഈ തക്കാളി ആട്ടി വെച്ചേക്കുന്നില്ലേ, ആ തക്കാളി അതിലേക്ക് ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പം അതിനകത്ത് കുറച്ച് അരിപ്പൊടി ഇട്ട് എടുത്ത് മാറ്റി വയ്ക്കാം. ഈ അരിപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് നമ്മൾ വെച്ചിട്ട് ചൂടാറി കഴിയുമ്പം നമ്മൾ മറ്റേ ചപ്പാത്തിക്കൊക്കെ മാവ് ഒഴിക്കുന്ന തൊട്ട് കുഴച്ചെടുത്ത് ചപ്പാത്തി പലകയിൽ പരത്തി എടുക്കണമെന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഞാനിത് അരിപ്പൊടി ചൂടാറാൻ വെച്ചിട്ട് അപ്പോൾ ഈ ബദ്രൂട്ടം കുറച്ച് നേരം സൈക്കിളൊക്കെ ചവിട്ടി ഇരിപ്പുണ്ട്. അപ്പോൾ അച്ഛനാണ് അവിടെ നിന്ന് ന്യൂസ് കാണുന്നത്. ഇതാദ്യം ചപ്പാത്തി പലകയിൽ വെച്ച് കുഴച്ചിടാൻ നോക്കിയപ്പോൾ ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് അരിപ്പൊടിയും കൂടെ കൊടുത്തിട്ടാണ് പരത്തുന്നത്. പക്ഷേ ഇത് പരത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. എനിക്കൊന്നും ആദ്യം ഞാൻ വിചാരിച്ചു അല്ലാണ്ട് പരത്താൻ പറ്റുമെന്ന് വിചാരിച്ച് ഞാൻ അരിപ്പൊടിയൊന്നും കൊടുത്തില്ല. അപ്പം നോക്കിയപ്പോൾ ഇതിനകത്ത് ഒട്ടിപ്പിടിക്കുന്നു. അങ്ങനെ ഞാൻ അരിപ്പൊടിയൊക്കെ തൂവി രണ്ടാമതൊന്നും കൂടെ പരത്തുവാണ്. എങ്ങനെയൊക്കെയോ പരത്തി എടുത്തിട്ട് അതുകൊണ്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഈ കട്ട് ചെയ്തിട്ട് ഇത് നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ പരത്തുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ എല്ലാം കട്ട് ചെയ്തു. എന്തായാലും കട്ട് ചെയ്തപ്പം അതിൽ നിന്ന് ഇളകി പോരുന്നുണ്ടായിരുന്നു. അങ്ങനെ വെളിച്ചെണ്ണയാണ് എടുത്തത്, എല്ലാം വാരി പറക്കിയിടുന്നുണ്ട്. ശരിയാവുമോ എന്തോന്ന് നോക്കാം. ഞാൻ സത്യത്തിൽ നിന്ന് കുക്കിംഗ് വീഡിയോ ഒന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. അപ്പോഴാണ് ഇവനിതും ബുക്ക് എടുത്തുകൊണ്ട് വന്നത്. ഈ പിള്ളേരുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ അവർ മറക്കത്തില്ലല്ലേ, ഇങ്ങനെ ഓർത്ത് വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെ എന്തായാലും എല്ലാം ഫ്രൈ ആയി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇയാൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മേ റെഡിയായോ എന്ന്. അപ്പോഴത്തേനും സൈക്കിളൊക്കെ ചവിട്ടിയിട്ട് ആശാൻ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇത് പരത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നിയെന്ന്. അങ്ങനെ കുറേയൊക്കെ 2-3 വട്ടം ഞാൻ ഇതേപോലെ പരത്തി എടുത്തായിരുന്നു. പിന്നെ എനിക്ക് പരത്താൻ ഭയങ്കര മടിയായിപ്പോയി. അങ്ങനെയാണ് ഞാൻ കൈ കൊണ്ട് മറ്റേ ഇങ്ങനെ ഉരുട്ടി ചെറുതായിട്ട് കനം കുറച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ആയാലും മതിയല്ലോ, എല്ലാവരുടെ ടേസ്റ്റ് അല്ലേ. പരത്തണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല, ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ നേരത്തെ തോന്നിയിരുന്നെങ്കിൽ ഇത്രയും ടൈം വേസ്റ്റ് ആവത്തില്ലായിരുന്നു പരത്തി. ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടിട്ട് അവനും ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു പോയി കൈയൊക്കെ കഴുകിയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഇയാൾ പോയി കൈയൊക്കെ കഴുകിയിട്ട് വന്നിട്ടാണ് പരത്താൻ തുടങ്ങുന്നത്. അപ്പോൾ എന്ത് ചെയ്താലും ചെയ്യാൻ തോന്നുമ്പോൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കണ്ടേ കുട്ടികളെ. അല്ല ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അവർക്കൊരു ഇതായാലോ. നമ്മളല്ലെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ അവനും അങ്ങനെ ചെയ്യണമെന്ന് തോന്നാറുണ്ട്. പക്ഷേ ഞാൻ തടയാറില്ല. ഞാൻ ചിലപ്പോൾ അവിടെ ചീച്ചിരിക്കാൻ വാരിയിട്ട് വൃത്തികേടാക്കുമെങ്കിലും എന്നാലും കുഴപ്പമില്ല, ചെയ്ത് ശീലിക്കട്ടെ. ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ ഒരു തോന്നൽ വന്നില്ലെങ്കിലോ. ചെയ്യാൻ തോന്നുമ്പോൾ ചെയ്യട്ടെ. ഇടയ്ക്ക് വെച്ച് ബദ്രൂട്ടിന് പാത്രം കഴുകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ സിങ്കിൽ പാത്രം കിടക്കുന്നത് കാണുമ്പം ഇയാൾ വന്ന് പറയാം ഞാൻ പാത്രം കഴുകി തരാമെന്ന് പറയും. കഴുകണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല. ഞാൻ പറയും കഴുകിക്കോളാൻ പറയും. അപ്പോൾ പക്ഷേ കഴുകി കഴിഞ്ഞാൽ നമ്മുടെ തറയിലെല്ലാം വെള്ളം വീഴും. എന്നാലും കുഴപ്പമില്ല, ഞാൻ പറയും ചെയ്യേണ്ടെന്നൊന്നും പറയത്തില്ല. വെള്ളം നമ്മൾ തുടച്ച് കളഞ്ഞാൽ പോരെ, കഴുകി ശീലിക്കട്ടെ അല്ലേ. അങ്ങനെയെല്ലാം വറുത്തെടുത്തു. കഴിച്ച് നോക്കിയപ്പോൾ കൊള്ളാം, ടേസ്റ്റൊക്കെ ഉണ്ട്. നല്ല കറുമുറ പോലെ ഇരിപ്പുണ്ട്. അധികം കട്ടിയുമില്ല, പക്ഷേ നല്ല കറുമുറ കേൾക്കുന്നുണ്ട്. അങ്ങനെ അച്ചാമ്മയ്ക്കൊക്കെ കൊണ്ടുകൊടുത്ത് അച്ചാമ്മയൊക്കെ എടുത്തു. അച്ഛന് കൊടുത്തപ്പം എന്തോ പല്ലില്ലാത്തതുകൊണ്ടായിരിക്കും കട്ടി കറുമുറ സാധനം അച്ഛന് ഇഷ്ടമല്ല. അച്ഛന് ഈ സോഫ്റ്റ് ബിസ്ക്കറ്റ്, ബ്രെഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ അച്ഛൻ പുറത്തിരിപ്പുണ്ട്. അച്ഛന് കൊണ്ടു കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോയി കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ബദ്രൂട്ടിനും കൂടെ അത് കൊണ്ടുവന്ന് പുറത്ത് വെച്ചിരുന്ന് കഴിക്കാനായിട്ട് എടുത്തുകൊണ്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈവനിംഗ് വ്ലോഗ് ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.
ലൈക്ക് ചെയ്യുക. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.